സ്തോത്രം ചെയ്യാമല്ലോ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ 3-ാം സെഷനായിട്ട് ഈ സന്ധ്യാസമയം വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാർ അതുപോലെ തന്നെ കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ മധ്യത്തിൽ ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് അത്തിക്കയമാണ്. ഇന്ന് പകൽക്കാലം അദ്ദേഹം നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ശ്രേഷ്ഠമായ അരുളപ്പാടുകൾ അറിയിപ്പാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ സന്ധ്യയിലും കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം അനുവദിച്ച് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർമാനുവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവസഭ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തന്നെ സംസാരിക്കട്ടെ. ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്ന ലേഖനമാണല്ലോ ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നിവിടെ ഓർപ്പിക്കുന്ന ആവർത്തിച്ച് പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങളോട് കൂടെ ഞാൻ സന്തോഷിക്കും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിപ്പീൻ, രക്തം ഒഴുക്കേണ്ടി വന്നാലും സന്തോഷിപ്പീൻ. കാരണം എന്നെയും നിങ്ങളെയും ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, വിശ്വാസ ജീവിതം എന്ന ശുശ്രൂഷ. അതിൻ്റെ അൾട്ടിമേറ്റ് ഫോം ഒരുപക്ഷെ രക്തം ഒഴുക്കേണ്ടി വന്നേക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഭക്തന്മാർ വിശ്വാസത്തിന് വില കൊടുത്തതിൻ്റെ പേരിൽ സിംഹങ്ങളുടെ അതിൻ്റെ മുമ്പിൽ അവരകപ്പെടുവാനിടയായി, തീയുടെ ബലത്തിൻ്റെ മുമ്പിൽ അവരകപ്പെടുവാനിടയായി, കാരാഗ്രഹത്തിൽ അവരകപ്പെട്ടു. വിശ്വാസത്തിൻ്റെ പേരിൽ ചില രക്തമൊഴുകി. അത് തന്നെ ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞാനും നിങ്ങളും ഒരുപക്ഷെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തമൊഴുക്കേണ്ടി വന്നേക്കാം. എങ്കിലും നിങ്ങൾ സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്? ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ആത്മാവുള്ളത് കൊണ്ടാണ് ഒരു ദൈവപൈതൽ കഷ്ടങ്ങളുടെ നടുവിൽ സന്തോഷിക്കുന്നത്. കഴിഞ്ഞ പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവീൻ. അനുദിന ജീവിതത്തിൽ അനവധി കേൾവികൾ നാം കേൾക്കുന്നവരാ. അനുദിന ജീവിതത്തിൽ അനവധി കാഴ്ചകൾ നാം കാണുന്നവരാ. നാം കാണുന്നത് പലതും, നാം കേൾക്കുന്നത് പലതും നമ്മുടെ മനസ്സും അടുപ്പിക്കുന്നതാ. പക്ഷേ നാം കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ച, നാം കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ച, നാം കേൾക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കേൾവി, അതാ ഇന്ന് രാത്രിയിൽ നമ്മെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, നാം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാർത്ത ഇതല്ലായിരുന്നുവോ? നാം കേട്ടതിനകത്ത് എന്തൊക്കെയുണ്ട്? നാം കേട്ടതിനകത്ത് നമ്മുടെ വീണ്ടെടുപ്പ് അഥവാ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. നാം കേട്ടതിനകത്ത് എന്തുണ്ട്? വീണ്ടെടുപ്പ് മാത്രമല്ല ഇതിനകത്തുള്ളത്, വിലയേറിയ വാഗ്ദത്തങ്ങൾ അതിനകത്തുണ്ട്. നാം കേട്ടതിനകത്ത് എന്തുണ്ട്? വീണ്ടെടുപ്പും വിലയേറിയ വാഗ്ദത്തങ്ങളും മാത്രമല്ല ഇതിനകത്തുള്ളത്, 6 അടി മണ്ണിൽ അസ്തമിക്കാത്ത പ്രത്യാശ അതിനകത്തുണ്ട്. അപ്പോൾ
അപ്പം വീണ്ടെടുപ്പിനെ കുറിച്ച് നാം കേട്ടവരാ, വാഗ്ദത്തത്തെ കുറിച്ച് നാം കേട്ടവരാ, പ്രത്യാശയെ കുറിച്ച് നാം അറിഞ്ഞവരാ. അതുകൊണ്ട് കേട്ടത് മുറുക്ക പിടിക്ക്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ ദൈവവചനത്തിൽ കേട്ട പ്രത്യാശയെ മുറുക്ക പിടിക്ക്. എന്താണ് മുറുക്ക പിടിക്കേണ്ടത്? ക്ഷീണിച്ച് മടുത്തു പോകുവാൻ സാധ്യതയുള്ള ഈ ലോക ജീവിതത്തിൽ ഒരു ദൈവവിധൽ മുറുക്ക പിടിക്കേണ്ടത് എന്താണെന്നാ എബ്രായ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ പകൽ നാം ചിന്തിച്ചത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-ാമത്തെ അധ്യായത്തിന്റെ 18 വരെ മുറുക്ക പിടിക്കേണ്ട ഒരു വാഗ്ദത്തം. ഇത് സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അതീശത്വം നമുക്ക് മുറുക്ക പിടിക്കുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു സംഗതിയായത് 1-2 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ഹി ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3-4 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അവൻ മോശയേക്കാൾ, ഹി ഈസ് ഗ്രേറ്റർ ദാൻ മോസസ്, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. അതെ, 5, 6, 7 അധ്യായത്തിൽ പറയുന്നു, ഈസ് ഗ്രേറ്റർ ദാൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രീസ്റ്റ്ഹുഡ്, അവൻ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളവനാണ്. അടുത്തത് 8, 9, 10, 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, the new covenant is greater than old covenant, പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ ഉടമ്പടി. അപ്പൊ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായവൻ, ആരെക്കാളും വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, എന്തിനേയും ദൂതാക്കുവാൻ കഴിയുന്നവൻ, എന്തിനെ കൊണ്ടും തന്റെ ദൂത് പറയുവാൻ കഴിയുന്നവൻ, അവനെ പോലെ ആരാധന ആരുമില്ല, അവനൊപ്പം നിൽക്കുവാൻ ഒരാളുമില്ല. ഇന്ന് രാത്രി നാം കേട്ടത് അവനെയാ, നാം കണ്ടത് അവനെയാ. അവന്റെ മഹത്വത്തിന് തുല്യം നിൽക്കുന്നത് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അനന്തതയുടെ അഗാധതയിൽ നിന്ന് അടിച്ചുയർന്ന് നിറഞ്ഞ് പതഞ്ഞ് തീരത്തണയുന്ന തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി അഞ്ഞടിക്കുന്ന പ്രതികൂലത്തിന്റെ തിരമാലകളുടെ നടുവിൽ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ, ഞാൻ കണ്ടവനെ തുല്യൻ ആരുമില്ല. അവനെപ്പോലെ ആരും ജനിച്ചിട്ടില്ല, അവനെപ്പോലെ ആരും ജീവിച്ചിട്ടില്ല, അവനെപ്പോലെ ആരും ശുശ്രൂഷിച്ചിട്ടില്ല, അവനെപ്പോലെ ആരും മരിച്ചിട്ടില്ല, അവനെ അടക്കിയതുപോലെ ആരെയും അടക്കിയിട്ടില്ല, അവൻ ഉയർത്തതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവൻ വരാമെന്ന് പറഞ്ഞ് പോയതുപോലെ ആരും വരാമെന്ന് പറഞ്ഞ് പോയിട്ടില്ല. ഇന്ന് രാത്രി മടുപ്പ് വരുമ്പോൾ ഉറക്കപ്പറ, ഇത് സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, ഞാൻ ആരാധിക്കുന്നവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാ. അവന്റെ മഹത്വ 1 അധ്യായത്തിന്റെ 1 മുതൽ 10-18 വരെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. 2 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 13-25 വരെ പറയുക, ഇത് സുപ്പീരിയോറിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ മഹത്വം. ശ്രദ്ധിക്കണേ, യേശുവിന്റെ മഹത്വം മാത്രമല്ല നമ്മുടെ തുണ, വിശ്വാസവും നമ്മുടെ തുണയാ. പഴയ നിയമ ഭക്തന്മാർക്ക് വിശ്വാസം മാത്രമേ കൈമുതലായുള്ളായിരുന്നു. വിശ്വാസം കൊണ്ടവർ സിംഹത്തിന്റെ വാടച്ചു, വിശ്വാസം കൊണ്ടവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസം കൊണ്ടവർ ബലഹീനതയിൽ ശക്തരായി, വിശ്വാസം കൊണ്ട് ഇരുമ്പ് ചങ്ങലകളെ അവർ ഭേദിക്കുവാനിടയായി. വിശ്വാസം മാത്രം കൈമുതലായിരുന്ന പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തെ അവർ വിജയത്തിലേക്ക് നയിച്ചെങ്കിൽ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിടെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇന്ന് രാത്രികാലം ഒന്നിനും ഞാൻ പതറത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം, വിശ്വാസത്തിൻ്റെ മഹത്വം, ഇത് രണ്ടും കഴിഞ്ഞ പ്രഭാതത്തിൽ സവിസ്തരമായി ഞാൻ നിങ്ങളെ അറിയിക്കുവാനിടയായി. ഇതുള്ളത് കൊണ്ട് സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കുക എന്നതാണ് ഈ രാത്രിയിലെ എൻ്റെ സന്ദേശം. ഫിലിപ്പിയ ലേഖനത്തിലെ 4 അധ്യായത്തിൽ 16 പ്രാവശ്യം അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ സന്തോഷം എന്ന വാക്കാണ്. ഫിലിപ്പിയ ലേഖനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പദം സന്തോഷം എന്ന പദമാണ്. നമുക്കറിയാം, ഓരോ വർഷവും നമ്മുടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഓരോ പദങ്ങൾ കൊണ്ടുവരാറുണ്ട്. 2014 ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഭീകരവാദത്തിനെതിരെ പോരാടി തലയ്ക്ക് വെടിയേറ്റ മാരകമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ നയിക്കപ്പെട്ടിട്ടും ഇന്നും ശക്തമായതിനെതിരെ പൊരുതുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ പേരാണ് 2014 ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. എന്താണ്? മലാല. 2015 അതുപോലെ ഒരു പേരാണ് ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. എന്താണ്? ഭീകരവാദത്തിൻ്റെ ഒക്കെ ഇരകളായതിൻ്റെ പേരിൽ രാജ്യം വിട്ട് പലായനം ചെയ്ത അഭയാർത്ഥികൾ, ഓർഫൻസ്, വാക്കാണ് 2015 ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അപ്പൊ ശ്രദ്ധിക്കണേ, 2014 ലോകം ചർച്ച ചെയ്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം മലാല എന്ന പെൺകുഞ്ഞിന്റെ പേരാ. അപ്പൊ ശ്രദ്ധിക്കണേ, ഫിലിപ്പിയ ലേഖനത്തിൽ
ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദം തന്നെ എന്താണ്? സന്തോഷ. 4 അധ്യായത്തിൽ പ്രധാനപ്പെട്ട 4 സന്തോഷങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെന്തിക്കോസുകാരുടെ ജീവിതത്തിൻ്റെ ഐഡന്റിറ്റിയാണ് ഇന്ന് രാത്രി ഞാൻ പറയുവാൻ പോകുന്നത്. 4 സന്തോഷങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തെ ഉറപ്പിക്കുന്ന 4 സന്തോഷങ്ങൾ. 1-ാമത്തെ അധ്യായത്തിൽ താൻ പറയുന്ന സന്തോഷം ജോയ് ഇൻ സഫറിങ്, കഷ്ടതയിലുള്ള സന്തോഷം. പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ പാടിയിട്ടുണ്ട്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ട് ആടുവാൻ. 2 വെച്ച 4, 4 വെച്ച 8, 8 വെച്ച 16 പ്രസംഗിക്കുന്ന ഇന്നത്തെ ആധുനിക ലോകത്തെ പ്രസംഗികരുടെ നടുവിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപോലെ ഉറക്കെ പറയുകയാ, ഞങ്ങളുടെ പിതാക്കന്മാർ 2-ന്റെയും 4-ന്റെയും പുറകെ ഇറങ്ങിയവരല്ല, നഷ്ടങ്ങൾ സഹിച്ചപ്പോൾ അതിനകത്ത് സന്തോഷിച്ചവരാ പെന്തിക്കോസുകാര്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ അനുഭവം കുന്നുംകുളത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അനുഭവസ്ഥനായിരുന്ന ഒരു അപ്പച്ചൻ എൻ്റെ അടുക്കൽ ഓടി വന്നു, മോനെ പ്രസംഗിച്ച കാര്യം എൻ്റെ അവസ്ഥയാ. കുന്നംകുളത്തെ പുരാതനമായ ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ ഒരപ്പച്ചൻ, വിശ്വാസത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ സഹിച്ച ഒരു കുടുംബം. ആ കുടുംബത്തിനുണ്ടായ ഒരവസ്ഥ, ആ പ്രിയപ്പെട്ടവൻ, അത് ഞാൻ അവിടെ പ്രസംഗിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് അദ്ദേഹം എന്നെ ഓർപ്പിക്കുവാനിടയായി. ഇതാ അനുഭവം. അദ്ദേഹം ഒരു കല്യാണത്തിന് അതിഥിയായി ക്ഷണിക്കപ്പെട്ടു. ആ നാട്ടിലെ പ്രമുഖമായ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ അതിഥിയായി അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ആ നാട്ടിലെ പുരാതനമായ പല കുടുംബങ്ങളിലെ ആളുകൾ അതിഥികളായി ക്ഷണിക്കപ്പെട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി സദ്യക്കുള്ള വിളമ്പുവാനുള്ള ഇല ഇങ്ങനെ വിരിച്ചു. ഇല വിരിച്ചതിന് ശേഷം ഇല കഴുകുവാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാവരും ഇല കഴുകിയതിന് ശേഷം ഓരോന്നുള്ള ഉപ്പുപടി ഈ ഇലയിലേക്ക് ഇടുമ്പോഴാണ് ഒരു മദ്യപാനിയായ മനുഷ്യനെ കാഴ്ച കണ്ടത്. പുരാതനത്വമുള്ള പൈതൃകത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന കുന്നംകുളത്തുകാരുടെ കൂടെ പായലിരുന്ന് ആരാധിക്കുന്ന, പെന്തിക്കോസിൽ ആരാധിക്കുന്ന, മുങ്ങിപ്പൊങ്ങിയ ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യന്റെ അകത്തെ വികാരമങ്ങിളകി. അയാൾ ഉറക്കെ പറഞ്ഞു, ഈ മനുഷ്യൻ ഈ പന്തിയിൽ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഈ പന്തിക്ക് ഇരിക്കത്തില്ല. മാമോദിസ വെള്ളം തലയിൽ വീണ ഞങ്ങൾ ആരും ഈ പന്തിക്ക് ഇരിക്കത്തില്ല. വീട്ടുകാരൻ ആകപ്പാടെ വിഷമവൃത്തത്തിലായി. അദ്ദേഹത്തോടായി അവർ ഒരുപോലെ ആവശ്യപ്പെടുകയാ, ഞങ്ങൾ പന്തിക്കിരിക്കണമെങ്കിൽ, ഞങ്ങൾ ഈ സദ്യ ഭക്ഷിക്കണമെങ്കിൽ ഈ മനുഷ്യനെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. ഒടുവിൽ അവരുടേതായ ഭീഷണിക്ക് വഴങ്ങിയ വീട്ടുകാരൻ വേദനയോടുകൂടെ ഞാൻ പറഞ്ഞു ഈ അപ്പച്ചന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തോടായി പറഞ്ഞു, നിങ്ങളെ ഞാൻ ക്ഷണിച്ചെന്നുള്ളത് ശരിയാ, ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവരാരും ഈ പന്തിക്ക് ഇരിക്കത്തില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്നെ ഓർത്ത് ദയവായി ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. ഈ ഉണ്ണാനായിട്ടിട്ട ഇല, ഉപ്പ് വാരിയിട്ട ഇല, അതും മടക്കിയിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ ഇല വലിച്ചപ്പോൾ വേദനയോടുകൂടെ ആ ഭക്തൻ പാടിക്കൊണ്ടുപോയ ഒരു പാട്ടുണ്ട്. പണ്ട് CS മാത്യു സാർ എടമണ്ണി പാടിയ പാട്ടോ ആ മനുഷ്യൻ പാടിയതെന്നാ അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. സ്വത്രം. എടമണ്ണ് ഞങ്ങളുടെ റാന്നിയുടെ തൊട്ടടുത്ത സ്ഥലമാണ്. ചേച്ചിറക്കി വന്ന വഴിക്ക ആ പാട്ടിൻ്റെ ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്. വേർപാട് സഭയ്ക്കകത്തെ ദൈവദാസനായിരിക്കുന്ന കാലത്ത് മാത്യു സാർ അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയുടെ ആഴം അനുഭവിക്കുവാൻ തുടങ്ങിയത്. ആ സമയത്ത് വേർപാട് സഭ അദ്ദേഹത്തെ വിലക്കി. ഇവിടുത്തെ ചട്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കാമെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം. കൈക്കുഞ്ഞുങ്ങളും കൈക്കോപ്പയും ചട്ടിയും ഒക്കെ എടുത്ത് എടമണ്ണിലെ കലുങ്ങിൻ്റെ അകത്ത് അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്രിയപ്പെട്ടവൻ പാടിയ പാട്ട്, ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞ പാട്ട്, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ മാടി വിളിച്ചാൽ ഉറക്കപ്പറ പെന്തക്കോസ്തരേ, സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. Praise the Lord. കഷ്ടങ്ങളിൽ പാടിയ ആളുകൾ, കഷ്ടങ്ങളിൽ സന്തോഷിച്ച ആളുകൾ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? ലാഭങ്ങൾ പ്രതീക്ഷിച്ചിറങ്ങിയവരല്ല ഞങ്ങൾ, നഷ്ടങ്ങളിൽ സന്തോഷിക്കുവാൻ. എന്താ ഞങ്ങളെ സന്തോഷിപ്പിച്ചെന്നറിയാം? ഒന്ന്, കഷ്ടതയുണ്ട്, അത് സ്ഥിരമല്ലെന്നുള്ളതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം
രണ്ടാമത്തെ കാര്യം, ഇവിടെ അനുഭവിക്കുന്ന കഷ്ടത നൊടിനേരത്തേതാണെന്നും അത് ലഘുവാണെന്നും അത് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗനം ലഭിക്കുവാൻ ഹേതുവാണെന്നും അറിഞ്ഞതാ ഞങ്ങളെ സന്തോഷിപ്പിച്ച രണ്ടാമത്തെ കാര്യം. അപ്പോൾ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുക ജോയ് ഇൻ സഫറിങ്, കഷ്ടതയിലുള്ള സന്തോഷം. 2-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ജോയ് ഇൻ സെർവിങ്, സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. എന്താ പെന്തിക്കോസുകാര് സഹോദര സഹോദരി എന്നൊക്കെ വിളിക്കാൻ കാരണം? 70 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ 94-ാമത്തെ വയസ്സിൽ മാർത്താണ്ഡത്തിനടുത്ത് മാത്തൂര് മരിക്കുവാനിടയായി. ദൈവദാസന്റെ പേര് സാധു ലാസർ എന്ന. ഈ വർഷമാണ് അദ്ദേഹം മരിച്ചത്, 2015 മധ്യഭാഗത്ത്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. മോനെ, 70 വർഷത്തെ എൻ്റെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത് കത്രുമേശയ്ക്ക് മുമ്പ് കൂട്ടുവിശ്വാസിയുടെ കാല് കഴുകുന്നതാ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്താ? കാനഡയിൽ പോകുന്ന കാര്യവും മഞ്ഞ് വീഴുന്ന രാജ്യത്തു നിന്ന് വരുന്ന വാഗ്ദത്തമൊക്കെ കേൾക്കുമ്പം കൈയടിക്കുന്ന ആൻറ്റി, ഇതൊന്നുമല്ല ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്നത്. പെന്തിക്കോസുകാരെ സന്തോഷിപ്പിക്കുന്നത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്നതാ. സ്തോത്രം. ജോയ് ഇൻ സെർവിങ്. 2-ാമത്തെ അധ്യായത്തിലെ സന്തോഷമാ സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ കൈമാറുന്ന സന്തോഷം ജോയ് ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. വിശ്വസിച്ചതിൽ അവർ വീടടങ്കം ആനന്ദിച്ചു. വിശ്വാസം ലഭിച്ചതിൽ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ രാത്രി വിടിരിപ്പുണ്ട്. സ്തോത്രം. പാരമ്പര്യങ്ങളെയും പട്ടത്തങ്ങളെയും പൗരോഹിത്യങ്ങളെയും പള്ളിമേടകളെയും ധരിച്ചേച്ച് ഈ കറുത്ത പുസ്തകത്തെ മാറോടടുക്കി പിടിച്ച് ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ വരമ്പത്തൂടെ നടന്ന് കടന്നു വന്ന് ചെറ്റക്കുടലിനകത്ത് മുട്ടുമടക്കിയ പെന്തക്കോസ്തരുടെ ഏറ്റവും വലിയ സ്വത്ത് അമേരിക്കയിലെ കാശല്ലായിരുന്നു, ഗൾഫിലെ പണമല്ലായിരുന്നു, വിദ്യാഭ്യാസമുള്ള മക്കളിലുള്ള ആശ്രയമല്ലായിരുന്നു, മറിച്ച് വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള അടിയുറച്ചുറപ്പല്ലേ പ്രിയരെ? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഒന്ന് വിശ്വസിച്ച് തുടങ്ങിക്കേ. എന്താ വിശ്വാസം? വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയ. എന്താ അവിശ്വാസം? അവിശ്വാസ സ്വയത്തിലുള്ള ആശ്രയ. ഇന്ന് രാത്രി നിന്റെ കഴിവും നിന്റെ സ്വയത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ എത്ര പേര് തയ്യാറാ? അപ്പം 3-ാമത്തെ അധ്യായത്തിലെ സന്തോഷം ജോയ് ഇൻ ബിലീവിങ്. 4-ാമത്തെ അധ്യായം ഫിലിപ്പിയ ലേഖനം ചർച്ച ചെയ്യുന്ന വിഷയം ജോയ് ഇൻ ഗിവിങ്, കൊടുക്കുന്നതിലുള്ള സന്തോഷം. സ്തോത്രം. 10 രൂപയുടെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത്. പ്രാണം പോലും വെച്ചു കൊടുക്കുവാൻ മനസ്സുള്ള ചില ആളുകളെ അധ്യായത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. കൊടുക്കുന്നതിലുള്ള സന്തോഷം. പ്രാണൻ പോലും വെച്ച് കൊടുക്കുവാൻ സന്തോഷമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? വേറൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്, നിന്നെയാ എൻ്റെ ദൈവത്തിന് വേണ്ടത്. കൊടുക്കുകയാണെങ്കിൽ അരിമത്യക്കാരെ യോസഫ് കൊടുത്തതുപോലെ തന്നെ കൊടുക്കണം. യോസഫ് എന്താ കൊടുത്തത്? യോസഫ് കൊടുത്തത് കല്ലറയാ. എല്ലാവരും കൊടുക്കുന്നത് വലിയ വലിയ സാധനങ്ങളൊക്കെയാ. ഇതിനകത്ത് കല്ലറയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യത ഉണ്ട്? എല്ലാറ്റിനെക്കാട്ടിലും പ്രാധാന്യമുള്ളത് കല്ലറയാ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ യോഗം നടത്താൻ നമ്മളൊരു മുറി കൊടുക്കും. പ്രസംഗിക്കാൻ വന്ന ഉദ്ദേശിക്ക് ഒരു ദിവസം താമസിക്കുവാൻ ഒരു ഗസ്റ്റ് റൂം കൊടുത്തെന്ന് വരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയും നിങ്ങളുടെ പറമ്പിനകത്തോ നിങ്ങളുടെ ഹോളിൻ്റെ കല്ലറയ്ക്കകത്തോ പ്രസംഗിക്കാൻ വന്ന ആളിന് ഇല്ല, ഒരിക്കലും കൊടുക്കത്തില്ല. കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് വീടിനകത്ത് പറമ്പിനകത്ത് കല്ലറയ്ക്ക് ഒരവസരം കൊടുത്താൽ നിയമങ്ങൾ വഴി അത് അവരുടേതാക്കി മാറ്റുവാൻ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും കല്ലറയ്ക്ക് സ്ഥലം കൊടുക്കരുത്. ഞാൻ യോസഫിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ യോഗം നടത്താൻ സ്ഥലം കൊടുത്താൽ യോഗം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. താമസിക്കാൻ സ്ഥലം കൊടുത്താൽ നേരം വെളുക്കുമ്പം പോവും. കല്ലറയ്ക്കകത്ത് സ്ഥലം കൊടുത്താൽ ഒരു കാലത്ത് അവർ എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ആർക്കും കല്ലറയ്ക്ക് എന്ത് ചെയ്യരുത്. വാടകയ്ക്ക് വീട് കൊടുത്തോ, ഇറങ്ങാൻ സാധ്യതയുണ്ട്.
പക്ഷെ കല്ലറയ്ക്ക് സ്ഥലം കൊടുക്കരുത്. കല്ലറയ്ക്കകത്ത് അവസരം കൊടുത്ത ഒരു കാലത്ത് ഞാൻ യോസഫിനോട് ചോദിക്കും, എടോ മനുഷ്യ എന്തൊരബദ്ധമായി കാണിക്കുന്നത്, ഈ കല്ലറയ്ക്കകത്ത് യേശുവിന് കൊടുത്ത എപ്പോഴേലും. അപ്പൊ അദ്ദേഹം പറയാ, ഇല്ലില്ലില്ല, എല്ലാവർക്കും കൊടുക്കുന്നത് പോലല്ല, ഈ യേശുവിന് കൊടുത്താൽ അവൻ തിരിച്ചു തരും. എന്തോ കൊടുത്താലും അവൻ തിരിച്ചു തരും. കല്ലറ പോലും എത്ര പേർക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റും, അവൻ ആർക്കും കടക്കാരനല്ല കേട്ടോ, അവൻ ആർക്കും ബാധ്യത അല്ല കേട്ടോ, എന്തോ കൊടുത്താലും തിരിച്ചു തരുന്ന ഒരു ദൈവമാ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നവൻ. എട്ടും പൊട്ടും തിരിയാത്തൻ്റെ 10ാമത്തെ വയസ്സിൽ റാന്നി MSI സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചതാ. കൃപയാൽ 24 വർഷം യേശുവിന് ഞാൻ എന്നെ തന്നെ കൊടുത്തു. എന്നെ തന്നെ ഞാൻ കൊടുത്തപ്പോൾ എനിക്കവൻ തിരിച്ചു തന്നത് എണ്ണിയാലും ഒടുങ്ങാത്തതാ. എനിക്കവൻ തിരിച്ചു തന്നത് ഈ രാത്രി മുഴുവൻ പറഞ്ഞാലും തീരാത്തതാ. എനിക്കവൻ തിരിച്ചു തന്നത് ഒരു കാര്യം എനിക്ക് ഉറക്കെ പറയുവാൻ പറ്റും, അവൻ തരുന്നത് അവന്റെ മഹത്വത്തിനൊത്തവണ്ണമാ. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഈ ദൂതേറ്റെടുക്കാൻ പറ്റും? കൊടുക്ക് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ കൊടുക്ക്. നീ ആയിരിക്കുന്ന സാഹചര്യത്തെ മറന്ന് ഈ രാത്രി ആത്മാവിൽ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്ക്. നിന്റെ പ്രാണൻ വെച്ച് കൊടുക്ക്. ഓ ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം. കൊടുത്താൽ തിരിച്ചു തരും. എങ്ങനെ തിരിച്ചു തരും? അവന്റെ മഹത്വത്തിനൊത്തവണ്ണം തിരിച്ചു തരും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കല്ലറ അരിമത്തെക്കാരൻ യോസഫിന്റെ കല്ലറയാ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന കല്ലറ അരിമത്തെക്കാരൻ യോസഫിന്റെ കല്ലറയാ. എന്താ ഇതിന്റെ കാരണം? കാരണമേ ഒന്നേ ഉള്ളൂ, ആ മനുഷ്യൻ യേശുവിന് അവസരം കൊടുത്തു. ഇന്ന് രാത്രി യേശുവിന് അവസരം കൊടുക്കും, യേശുവിന് തങ്ങളെ കൊടുക്കും. നിന്റെ ചരിത്രം മാറുമെന്നാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യവാ മർക്കോസ് 11:25. അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. നേരെ തൊടന്റെ മുക്കേൽ വളഞ്ഞു ചുറ്റി തൊടുന്നത് പോലെ അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പൻ കുറേനക്കാരനായ ശീമോനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. ആ വാക്യം പിന്നെയും പിന്നെയും അങ്ങനെ എഴുതുവാൻ കാരണം എന്താന്ന് ഞാൻ ചിന്തിച്ചപ്പോഴും വായിച്ചപ്പോഴും മനസ്സിലായ ഒരു കാര്യം, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25-നും 30-നും വർഷത്തിനിടയിലാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത്. മർക്കോസ് സുവിശേഷം എഴുതുമ്പോഴത്തേന് 25 വർഷം ഏകദേശം കഴിഞ്ഞിരിക്കുക. ദൃക്സാക്ഷികളായിട്ടുള്ള പല ആളുകളും മരിച്ചു. 25 വർഷം മാറുക എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മാറുക എന്ന അർത്ഥം. ഇന്ന് ശീമോന്റെ പേര് പറഞ്ഞാൽ ലോകം അറിയണമെന്നില്ല. കാരണം ശീമോന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ പലരും കാലവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുക. പക്ഷെ ശീമോന്റെ മക്കൾ അറിയപ്പെടുന്നവരാ. ഒരാൾ റോമിലെ ഗവർണറാ, അടുത്തയാൾ റോമിലെ ബിഷപ്പാണെന്ന ചരിത്രം പറയുന്നത്. ഈ മനുഷ്യന്റെ മക്കൾ ഗവർണറും ബിഷപ്പുമായെന്നോ? അതിന് സാധ്യതകളുണ്ടോ? കാരണം ഈ മനുഷ്യൻ കുറേനക്കാരനല്ലേ? ആഫ്രിക്കയിലെ കുറേന എന്ന സ്ഥലത്ത് നിന്ന് പാലസ്തീനിൽ അടിമകളായി പാർക്കുന്ന ആളുകളല്ലേ കുറേനക്കാർ? ഈ കുറേനക്കാരായ മനുഷ്യന്റെ മക്കൾ 25 വർഷത്തിന് ശേഷം എഴുതുന്ന സുവിശേഷത്തിൽ ഗവർണറും ബിഷപ്പുമായി എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അർത്ഥമുണ്ട്. അർത്ഥമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ആര് സമയം കൊടുത്താലും തിരിച്ചവന്റെ മഹത്വത്തിനൊത്തവണ്ണം തരുന്ന ഒരു യേശുവായി രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഈ സംഭവ ചരിത്രത്തെ തെളിയിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്ത് പ്രസംഗിച്ചതിന് അനന്തരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാഹനം വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആ വാഹനത്തിൽ തിരുവല്ലയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാ. ആലപ്പുഴ കഴിഞ്ഞ് കുട്ടനാട് റോഡിലോട്ട് കയറി. രാവിലെ പ്രഭാതത്തിലെ വരവാ. അപ്പം തണ്ട് നെടുമുടിക്കടുത്ത് ഒരാൾക്കൂട്ടം ഒരാറ്റുതീരത്ത ഒരുപക്ഷെ മീനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആൾക്കൂട്ടം കണ്ടിടത്ത് ഞങ്ങൾ ഇറങ്ങി കാറൊക്കെ ഒതുക്കി ഇറങ്ങി ചെന്നപ്പോഴാ രാവിലെ കണ്ട കാഴ്ച മീനല്ലെങ്കിലും നല്ലൊരു കാഴ്ചയാ. അത് കുട്ടനാട്ടിൽ, അതെ മണിമലയാറ്റിൽ ഒരുത്തൻ ചാടിയതാ. 4ാമത്തെ ദിവസം കുട്ടനാട്ടിൽ പൊങ്ങിയപ്പം പോലീസുകാരെന്ത് ചെയ്തെന്നറിയോ? ഓരോ സ്റ്റേഷന്റെ അതിർത്തിയിലോട്ട് ഇങ്ങനെ വലിയ ഏണി വെച്ചവരിങ്ങനെ തള്ളി വിട്ടു. പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞ് നെടുമുടി ഭാഗത്ത് വന്നപ്പം പെന്തിക്കോസുകാരുടെ കൂട്ടായി എന്ന് പറഞ്ഞാൽ നെടുമുടി വരുന്നതെല്ലാം പെന്തിക്കോസുകാരാണെന്നല്ല അർത്ഥം. ഇപ്പൊ ഈ മനുഷ്യന്റെ ബോഡി തള്ളുമ്പോൾ അങ്ങോട്ട് തള്ളുമ്പോൾ ഇത് ഇങ്ങോട്ട് വരിക. ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ പൊക്കാനായിട്ട് നടത്തുന്ന പരിശ്രമമാണ്. ഞങ്ങൾ
ഞങ്ങൾ കണ്ടത്. രാവിലെ കണ്ട കാഴ്ച ആയതുകൊണ്ട് ഏതായാലും അത് കണ്ടേക്കാവുന്ന കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം സർക്കിൾ നിപ്പുണ്ട്, SI നിപ്പുണ്ട്, പോലീസുകാർ നിപ്പുണ്ട്. ഈ എല്ലാവരും നിൽക്കുന്ന കൂട്ടത്തിൽ സർക്കിൾ ഒരാളുടെ പേര് വിളിച്ചു, മത്തായി എന്ന്. എൻ്റെ പേരെല്ലാത്തോണ്ട് ഞാനിങ്ങനെ ഉറച്ചു നിൽക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളെ ഞാൻ നോക്കി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട് മീന് വേണ്ടി ആൾക്കൂട്ടം കണ്ടിറങ്ങിയ ആളുകൾ, കോട്ടുവിട്ട ആളുകൾ വരെ, ഇതൊക്കെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ആളുകൾ വരെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരും നിൽക്കുമ്പോൾ മത്തായി എന്ന് പേര് കേട്ടപ്പോൾ ഒരു കുട്ടനാട്ടുകാരൻ ഒറ്റക്കൈയിലൊക്കെ ഉടുത്ത് ഒറ്റത്തോർത്തൊക്കെ തോളയിട്ടുകൊണ്ട് ഇങ്ങനെ വരികയാ. ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തനി കുട്ടനാട്ടുകാരനാ. വന്നിട്ട് മത്തായി പറയാ, സാറേ ആളല്പം പെശകാണല്ലോ എന്ന് പറഞ്ഞാൽ 5 ദിവസമായല്ലോ, നാറ്റം കൂടിയല്ലോ എന്നൊക്കെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സ് പോയത് ഈ മർക്കോസ് 11-ാം അധ്യായത്തിൽ ഈ വാക്യത്തിലേക്കാ, 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്കാ എൻ്റെ മനസ്സ് പോയത്. അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. പകലന്തിയോളം പണിയെടുത്തതിനന്തരം റേഷനരിയും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചു വീട്ടിലേക്ക് വരികയാ. എന്നും 6 മണിക്ക് വരുന്ന അപ്പനെ പ്രതീക്ഷിച്ച് മക്കൾ ഇങ്ങനെ ഇരിക്കുക. അലക്സാണ്ടറും രൂപോസും എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ വൈകിട്ടത്തെ യോഗം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് ഇങ്ങി പോരണം. കാര്യം ഞാൻ ചെല്ലുമ്പോഴത്തേനൊക്കെ സാധാരണ അവർ 2 പേരും ഉറങ്ങും. 2 മക്കളാ, മൂത്തവന് 4 വയസ്സ്, മറ്റവന് 2 വയസ്സ്. 2 പേരും ഉറങ്ങും. എന്നാലും ഞാൻ ചെല്ലുമ്പോൾ അവർ ഉണരാറുണ്ട്. അഥവാ ഉറങ്ങിയില്ലെങ്കിൽ അവൾ പറയുന്നത് കൃപായുഗം തീരും, മഹോദരവം തുടങ്ങുമെന്നാണ് പറയുന്നത് 2 പേരെയും കൊണ്ടിരിക്കുമ്പോഴത്തേന്. അതുകൊണ്ട് എന്നും നേരത്തെ വരണമെന്നാണ് എന്നോട് പറയാറുള്ളത്. എനിക്ക് തോന്നുന്നു 6 മണിക്ക് എന്നും വരുന്ന അപ്പൻ 6 മണിക്ക് കാണാതെ അവരിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴത്തേന് കൃപായുഗം തീർന്നു, മഹോദരവം തുടങ്ങി. അത് 8-8:30 ആകെപ്പാടെ നാശം. അമ്മ പല വിധത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസങ്ങളെല്ലാം ആകപ്പാടെ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് അവർ 8:30 ആയപ്പം ഉമ്മറത്തൊരനക്കം. ഇരുട്ടിനെ വകവയ്ക്കാതെ 2 പേരും കൂടെ അലക്സാണ്ടർ രൂപോസോനോട് പറഞ്ഞ അപ്പം വരുന്നട. അപ്പനെന്ന് കേട്ടപ്പോഴത്തേന് 2 പേരും കൂടെ ചാടി ഇറങ്ങുക, ഇരുട്ടിനെ വകക്കാതെ ഓടുക. ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു. അപ്പൻ ചേച്ചി വെട്ടത്ത് വന്ന് നോക്കിയപ്പം ദണ്ഡിതേ അവരുടെ ദേഹത്ത് ചോര. അവരുടെ ദേഹത്തെ ചോര കണ്ടോണ്ട് അവർ അപ്പൻ്റെ ദേഹത്തോട്ട് നോക്കി. അപ്പൻ്റെ ദേഹത്ത് ചോര. അവരുറക്കെ പറയാം, അമ്മേ ദണ്ഡിതേ അപ്പൻ്റെ ദേഹത്ത് ചോര, ഞങ്ങളുടെ ദേഹത്ത് ചോര. അപ്പനോട് അമ്മ കാര്യം ചോദിക്കുക, എന്നാ പറ്റി മനുഷ്യ, അടിപിടി വല്ലതും? അല്ല, അടിപിടി ഒന്നുമല്ല. പകലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാ ആൾക്കൂട്ടം കണ്ടത്. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നടക്കുന്നത് എന്താണെന്നറിയുവാൻ നോക്കിയപ്പോഴാ പടയാളികൾ നിർബന്ധിച്ചത്. നമ്മുടെ നാട്ടിൽ കൂടെ കഴിഞ്ഞ നാളുകളിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് അത്ഭുതം ചെയ്തുകൊണ്ട് പോയ യേശുവില്ലേ, ആ യേശു ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന ആ കാഴ്ചയാ. അവര് നിർബന്ധിച്ചു, എന്റെ തോളെ ക്രൂശ് വെച്ചു. യേശുവിന്റെ ദേഹത്തെ ചോര ക്രൂശിലൂടെ എന്റെ ദേഹത്ത് പറ്റി. എന്റെ ദേഹത്തെ ചോരയാ ഈ പിള്ളേരുടെ ദേഹത്ത് പറ്റിയത്. ഇവിടം കൊണ്ട് ചരിത്രം ഇല്ലില്ല, ഇവിടം കൊണ്ട് ചരിത്രം തീരത്തില്ല, ഇവിടം കൊണ്ട് ചരിത്രം തുടങ്ങുകയാ. ആരുടെ ദേഹത്ത് ഈ ചോര പറ്റിയാലും അവന്റെ കുടുംബത്തിന്റെ ചരിത്രം ആരംഭിക്കത്തേ ഉള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. റാന്നിയിലെ പുരാതനമായ വെല്ലുവിളിയിൽ നിന്ന് 9 അപ്പന്മാരുള്ള കണ്ണങ്കര കുടുംബത്തിൽ നിന്ന് എൻ്റെ വല്യപ്പൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് ആഴിയും ആഴവും നോക്കാതെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാർ ഒരുപോലെ പറഞ്ഞത് മുടിഞ്ഞു പോകത്തെ വേണമെന്ന. പക്ഷെ മുടിഞ്ഞു പോകുന്ന ഒരു ചരിത്രമല്ല ഈ രക്തം സമ്മാനിക്കുന്ന ചരിത്രം. നിന്നെ നീ കൊടുത്താൽ, നിന്റെ ആയുസ്സിനെ നീ കൊടുത്താൽ, നിന്റെ ജീവിതത്തെ നീ കൊടുത്താൽ, നിന്റെ ചരിത്രം മാറ്റുന്ന ഒരു 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 അനുഭവത്തെ കുറിച്ച് ഈ രാത്രി ഞാൻ ഇവിടെ ധൈര്യത്തോടെ പറയുന്നത്. സ്തോത്രം. 4 സന്തോഷം. 1 ജോയിൻ സഫറിങ്, 2 ജോയിൻ സെർവിങ്, 3 ജോയിൻ ബിലീവിങ്, 4 ജോയിൻ ഗിവിങ്. 1 കഷ്ടതയിലുള്ള സന്തോഷം, 2 സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം, 3 വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം, 4 കൊടുക്കുന്നതിലുള്ള സന്തോഷം. കഷ്ടതയിലെ സന്തോഷം, സേവനം ചെയ്യുന്നതിലെ സന്തോഷം, വിശ്വസിക്കുന്നതിലെ സന്തോഷം, കൊടുക്കുന്നതിലെ സന്തോഷം. പൗലോസ് ലോകത്തിലെ സകല തത്വശാസ്ത്രങ്ങൾക്കും എതിരായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടതയിൽ സന്തോഷിക്കാൻ പറ്റുന്നത്?
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടാമനാകുവാൻ കഴിയുന്നതിൽ സന്തോഷിക്കാൻ പറ്റുന്നത്? ഒന്നാമനാകുവാൻ സാർത്ഥത പിടിച്ചോടുന്ന ഈ ലോകത്തിൽ ആരും അറിയാതെ ഒതുങ്ങുന്നതിൽ നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത്? വിശ്വാസത്തിന്റെ പേരിൽ സന്തോഷിക്കുവാൻ കഴിയാമെന്നോ? പ്രാണനെ പോലും കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നെന്നോ? എന്താ ഇതിന്റെ കാരണം? പൗലോസ് പറയുക, ഞങ്ങൾ സന്തോഷിക്കുന്നതിന്റെ പിൻപിൽ ചില കാരണങ്ങളുണ്ട്. ഇന്ന് രാത്രി ഈ ലോകത്തോടായി ഞങ്ങൾ പറയുക, ദൈവമക്കൾ സന്തോഷിക്കുന്നതിന്റെ പിൻപിൽ ചില കാരണങ്ങളുണ്ട്. 3 കാരണങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസിന്റെ സന്തോഷങ്ങളുടെ കാരണങ്ങൾ. ഒന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം. 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ സന്തോഷത്തിന്റെ 1-ാമത്തെ കാരണം നോയിങ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. സുഹൃത്തെ, സഹോദരങ്ങളെ, എന്നാ സന്തോഷിക്കാൻ പറ്റാത്ത? അറിവില്ലാത്തോണ്ടാ. യേശുവിനെ കുറിച്ചുള്ള അറിവ്. യേശു ആരാന്നറിയാമെന്നല്ല, യേശു എനിക്കാരാന്നറിയാമെന്നാ പൗലോസ് ഇവിടെ പറയുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ നിരവധി കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് തെളിമയോടുകൂടെ, സാഹിത്യത്തിന്റെ അകമ്പടിയോടുകൂടെ ഒക്കെ ഞാൻ തെളിയിച്ചു പറയും. നിത്യതയിലെ നിത്യനിർണയപ്രകാരം പിതാവിനാൽ അഭിഷക്തനായവൻ, കാലത്തിന്റെ തികവിൽ കന്യകയിൽ ജാതനായവൻ, കാനാവിൽ തുടങ്ങി കാൽവറി വരെ തന്റെ പ്രവർത്തികൾ തികച്ചെടുത്തവൻ, 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീണുമെഴുന്നേറ്റും കാൽവറിയിൽ കടന്നിയെന്ന് കാൽക്കരം കാലിരും പണികൾക്ക് വിരിച്ചു കൊടുത്തവൻ, കാളവണ്ടി ചക്രവത്തിന്റെ വലിപ്പമുള്ള കല്ലുരുട്ടി മാറ്റി കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. ഇതൊന്നുമല്ല ചോദിച്ചേ. യേശു ആരാന്നല്ല ചോദിച്ചേ, യേശു നിങ്ങൾക്കാരാ? യേശു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാ? പൗലോസ് പറയാ, യേശു ആരാണെന്നറിയാവുന്നതിനേക്കാൾ യേശു എനിക്കാരാന്ന് എനിക്കറിയാം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പലവിധ ത്യാഗങ്ങൾ സഹിച്ചിറങ്ങിയ ദൈവമക്കൾക്ക് യേശു ആരാന്നറിയത്തില്ലെന്നോ? യേശു ആരാന്നറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ആരാധിക്കുന്നത്? സുഹൃത്തെ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. യേശു നിങ്ങൾക്കാരാന്ന് നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം തെളിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച്. 1 ശമൂവേൽ 3:7. ആ ട്രാക്ട് വായിച്ചേ പിന്നെ ശമൂവേൽ യഹോവ ആരാന്ന്, ഈയിടെ യേശു ആരാന്നുള്ള ട്രാക്ട് ഞാൻ ഒരാൾക്ക് കൊടുത്തപ്പം അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുക, ഹെഡിങ് വായിച്ചു ചോദിക്കുക, യേശു ആരാന്ന് നിങ്ങൾക്കറിയത്തില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാവുന്നതാണ്. അപ്പം യേശു ആരാന്നുള്ള ട്രാക്ട് പലർക്കും കൊടുക്കുന്ന പുള്ളികൾക്ക് യേശു ആരാന്ന് എന്ത് ചെയ്യത്തില്ല. ശമൂവേൽ അന്ന് വരെ യഹോവ അറിഞ്ഞില്ല. വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് ആരോ ട്രാക്ട് കൊടുത്തു, അത് വായിച്ചപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് ശമൂവേൽ യഹോവ എന്ത് ചെയ്തെന്നാ അറിഞ്ഞ. 3:1 ഒന്ന് വായിച്ചിട്ട് 3:1. ആഹാ, അത് അതിനെക്കാട്ടി രസ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ആർക്കാ ശുശ്രൂഷ ചെയ്യുന്നേ? യഹോവയ്ക്ക്. 3:1 പറയാ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നെന്ന്. എൻ്റെ പൊന്നച്ച 3:7 പറയാ യഹോവ എന്ത് ചെയ്യത്തില്ലെന്ന്, അറിയത്തില്ലെന്ന്. അപ്പൊ എങ്ങനെയാ ശുശ്രൂഷ ചെയ്യുന്നേ? അറിയാതങ്ങ്. ഹലോ ദൈവമക്കളെ, അറിയാതെ ചെയ്യുന്നത് പലതും അബദ്ധമായി മാറാം. അറിയാതെ ചെയ്യുന്നത് പലതും അനുകരണമായി മാറാം. അറിയാതെ ചെയ്യുന്നത് പലതും ആഘോഷമായി മാറാം. അറിയാതെ ചെയ്യുന്നത് പലതും അഭിനയമായി മാറാം. പെന്തിക്കോസ് ഒരു അഭിനയമല്ല, പെന്തിക്കോസ് ഒരു അനുകരണമല്ല, പെന്തിക്കോസ് ഒരു ആഘോഷമല്ല, പെന്തിക്കോസ് അതൊരു അനുഭവമാണ്. സ്തോത്രം. അനുഭവിച്ചറിയണം. Taste and see the God is good.
യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അനുഭവിച്ചറിയണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം സന്തോഷപൂർണമാകണമെങ്കിൽ, സാഹചര്യങ്ങൾക്ക് അതീതമായി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ യേശുവിനെ നിങ്ങൾ അനുഭവിച്ചറിയണം. പൗലോസിന്റെ ക്രൈസ്തവ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ ദമസ്കോസിൽ വെച്ച് കർത്താവ് തന്നെ സ്പർശിച്ച 2 നിമിഷങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവ്? ഒട്ടും അറിയത്തില്ലായിരുന്നു. അറിയത്തില്ലാഞ്ഞോണ്ടാ ഉപദ്രവിക്കുന്നത്, അറിയത്തില്ലാഞ്ഞോണ്ടാ പലതും ചെയ്യുന്നത്. എനിക്ക് ഈ സമൂഹത്തെ കാണുമ്പോൾ, അവരുടെ ശാഠ്യം കാണുമ്പോൾ ഒരർത്ഥത്തിൽ വേദന തോന്നുക. അറിയാതാണല്ലോ ചെയ്യുന്നതെന്നുള്ള വേദന. 5,89,179 ഗ്രാമങ്ങൾ, 4,635 ജാതികൾ, പ്രതിദിനം 6,000-ലധികം ആളുകൾ യേശു അറിയാതെ മരിക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യത്ത് സുവിശേഷകന്മാരെ ആവശ്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് സുവിശേഷകന്മാരെ ആവശ്യമുണ്ട്. സ്തോത്രം. അറിയാതെ 30 കോടി ദൈവങ്ങളെ സേവിക്കുന്ന ഈ നാട്ടുകാർ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളുടെയും പിൻപിൽ അറിവില്ലായ്മയാണല്ലോ എന്നറിയുമ്പോൾ ഇന്ന് രാത്രി സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറുള്ള എത്ര ആളുകളുണ്ടെന്നാ എന്റെ ചോദ്യം. അറിയാതെ പലതും ചെയ്യുന്നു, അറിയാതെ പലതും അനുകരിക്കുന്നു, അറിയാതെ പലതും ആഘോഷിക്കുന്നു, അറിയാതെ പലതും അഭിനയിക്കുന്നു, അറിയാതെ പലരെയും അടിക്കുന്നു. ഇന്ന് രാത്രി അറിയാതല്ല നാം അടികൊള്ളുന്നത്, അറിയാതല്ല നാം ആരാധിക്കുന്നത്, അറിഞ്ഞു വേണം ആരാധിക്കാൻ. അറിയാതെ തെഫാനോസിനെ ഉപദ്രവിച്ചവൻ ദൈവീക സന്ദർശനം ലഭിച്ചപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാ? അവന്റെ ജീവിതം കൊണ്ട് അവൻ യേശുവിനെ അറിയുകയായിരുന്നു. സ്വത്രം. യേശുവിലൂടെ ലാഭമുണ്ടാക്കുക എന്നുള്ള ആധുനിക ലോകത്തിന്റെ ഈ സിദ്ധാന്തത്തിനെതിരെ ജീവിതത്തിലൂടെ യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. അറിവിൻ്റെ മേഖലകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ്റെ മനോഭാവങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ അറിവ് വർദ്ധിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും മാറുകയാണ്. സ്തോത്രം. അറിയാതെ പ്രാർത്ഥിക്കുന്നത് പലതും അബദ്ധമല്ലേ? അറിയാത്തോണ്ട് പ്രാർത്ഥിക്കുന്നത് പലതും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണോ? ഞാൻ ഈ 10-24 വർഷം ശ്രദ്ധിച്ചപ്പോൾ പെന്തിക്കോസ്തറ പ്രാർത്ഥനയ്ക്കകത്ത് പ്രധാനപ്പെട്ട 3 കാര്യമാണ്. ഒന്ന് സാമ്പത്തികം, മറ്റൊന്ന് ആരോഗ്യം, പിന്നൊന്ന് തലമുറ. ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. ആരോഗ്യത്തിന് പൗലോസ് പ്രാർത്ഥിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവിടെ കാണുന്നത്, അനന്യാസ് എന്ന മനുഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ താഴോട്ട് അവൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം രാവിലെ അനന്യാസിനെ വിളിച്ച് കർത്താവ് പറയാ, നീ എഴുന്നേറ്റേ യൂദയുടെ വീട്ടിൽ ചെല്ലണം. അവിടെ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ള മനുഷ്യനെ അന്വേഷിക്കണം. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ അവൻ പ്രാർത്ഥിക്കുന്നത്? കണ്ട ഒരു സ്വപ്നം നിറവേറാൻ വേണ്ടി. സ്വപ്നത്തിൽ കണ്ടത് അവൻ്റെ അവസ്ഥയാ. എന്താ അവൻ്റെ അവസ്ഥ? അവൻ്റെ കണ്ണിന് കാഴ്ചയില്ല. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവനൊരു സ്വപ്നം കണ്ട സ്വപ്നം ഇതാ, അനന്യാസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് തൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്താ കിട്ടുന്നു? സൗഖ്യം കിട്ടുന്നു. അപ്പം എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അനന്യാസിനെ അയക്കണേ, ഹർത്താലോ ബന്ധമോ ഒന്നും ഉണ്ടാകരുതേ, അനന്യാസ് വരണേ. കർത്താവേ, അനന്യാസ് വന്നേച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം വേറെ ആരുടെയും തലയെ കൈവച്ചില്ലേലും എൻ്റെ തലയെ കൈവെക്കണേ. അനന്യാസ് തലയെ കൈവെക്കുമ്പോൾ എനിക്കൊരു സൗഖ്യം. ഇതന്നെയല്ലേ നമ്മുടെയും പ്രാർത്ഥന? ഏത് പാസ് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ, ആ പാസിൽ കൂടെ എന്നോടൊരു ആലോചന. അനന്യാസിന്റെ പേരിന്റെ സ്ഥാനത്ത് അനീഷ് എന്ന് ഉപയോഗിക്കുന്നുള്ള അല്ലാതെ
പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. യേശുവിനെ അറിയുന്ന ആദ്യ ശൈശവ ദശയിൽ പൗലോസിന്റെ പ്രാർത്ഥന അനന്യാസിൽ കേന്ദ്രീകൃതമായിരുന്നു, പാസ്റ്റർമാരിൽ കേന്ദ്രീകൃതമായിരുന്നു. പക്ഷെ യേശുവിനെ അറിഞ്ഞപ്പോഴത്തേന് പ്രാർത്ഥന മാറുക. പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല അർത്ഥം. ചിലർ ഓർക്കുന്നത് യേശുവിനെ കൂടുതൽ അറിഞ്ഞാൽ പിന്നെ ഉപവാസം വേണ്ട. അയ്യോ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞേ. യേശുവിനെ അറിഞ്ഞപ്പോഴത്തേന് പ്രാർത്ഥനയിലെ സബ്ജക്ട്സ്, പ്രാർത്ഥനയിലെ വിഷയങ്ങൾ മാറുക. അല്ലല്ലേ അങ്ങനെ? ലൂക്കോസ് 11 ശിഷ്യന്മാർ വന്ന യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. എനിക്ക് ആ അധ്യായം വായിച്ചപ്പം ഭയങ്കര അത്ഭുതം തോന്നി. 1-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തികച്ചും ന്യായ. 2-ാമത്തെ അധ്യായത്തിൽ അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല. 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു മര്യാദ ഉണ്ടായിരുന്നു. ഇത് 10 അധ്യായവും കൂടെ നടന്ന് സകല അത്ഭുതവും കണ്ടേച്ച് ഇപ്പം 11-ാമത്തെ അധ്യായത്തിൽ വന്നേച്ച് പറയാ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എനിക്ക് ഈ ഭാഗം ആദ്യം വായിച്ചപ്പോൾ തോന്നിയത് ഏതായാലും ഇവരെക്കാട്ടി ഭേദമാണ് നമ്മൾ. കാര്യം ഇവിടെ ഇരിക്കുന്ന ആർക്കാ പ്രാർത്ഥിക്കാൻ അറിയാത്ത? എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ പ്രാർത്ഥിക്കാൻ അറിയാത്ത? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രാർത്ഥിക്കാൻ അറിയാവുന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് 2 മക്കളാ. മൂത്തവന് 4 വയസ്സ്, രണ്ടാമത്തവന് 2 വയസ്സ്. രണ്ടാമത്തവൻ പ്രാർത്ഥിക്കും, അപ്പ അമ്മ അമ്മച്ചി അപ്പച്ച ഓട്ടോ മീൻ ആമേൻ. അവൻ ആവശ്യമുള്ളതെല്ലാം പറഞ്ഞ ആമേൻ പറയുമ്പോൾ എന്താ? മൂത്തവൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ പാസ്റ്റർ പിന്നെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കത്തില്ല, അവനെ പ്രസംഗിക്കാൻ വിളിക്കത്തില്ല. അത്രയ്ക്ക് വാക്കുകൾ ഉപയോഗിച്ച് അവൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞേ, പെന്തിക്കോസുകാരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എന്തറിയാം? പണ്ടത്തെ ആ പഴഞ്ചൊല്ലില്ലേ, എലിയുടെ കുഞ്ഞിനെ നെല്ല് പൊളിക്കാൻ പഠിപ്പിക്കണ്ട. 10 അധ്യായം കൂടെ നടന്ന് സകല അത്ഭുതം കൊണ്ട് വെച്ച് ഇവർ പ്രാർത്ഥിക്കാൻ പോലും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവരെക്കാട്ടി ഭേദം നമ്മൾ തന്നെയല്ലേ? പിന്നെയും നമ്മുടെ ഏറ്റവും, ഞാൻ ഈ ശുശ്രൂഷയിൽ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് രസകരമായ പല സംഭവങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. പണ്ടൊക്കെ ഉദ്ദേശിമാർ ഈ സഭായോഗത്തിന് പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഇപ്പോൾ ആത്മാവ് പ്രേരിപ്പിക്കുന്ന 3 പേര് പ്രാർത്ഥിക്കുക, അല്ലെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന 2 പേര് പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പം പറയുന്ന ആത്മാവ് പ്രേരിപ്പിക്കുന്ന അവറാച്ചാനും അന്നാമ്മയും പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് 2 പേർക്ക് എന്നും ആത്മാവ് പ്രേരിപ്പിക്കത്തുള്ളൂ. ഈ പതിവുകാർ കുറേ പേരുണ്ടേ, അവർക്കൊരു തോന്നൽ അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ. നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് നമുക്കങ്ങ് തോന്നുക. എന്നാ കാരണം ഇതാ, യേശുവിൻ്റെ കൂടെ നടന്ന് പ്രാർത്ഥന പഠിച്ചപ്പം, യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പം അവർക്ക് മനസ്സിലായി അവർ പ്രാർത്ഥിക്കുന്നത് പലതും പ്രാർത്ഥനയല്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം യഥാർത്ഥ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാ. യേശുവിനെ ശ്രദ്ധിച്ചപ്പം അവർ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ലെന്ന് അവർക്ക് മനസ്സിലായി. പ്രിയരെ, അനന്യാസിനെ അയക്കണേ, തലയെ കൈവെപ്പിക്കണേ, സൗഖ്യം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസേ യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാറുക. പൗലോസിൻ്റെ 4 പ്രാർത്ഥനകളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 പ്രാർത്ഥന എഫേസ് ലേഖനത്തിൽ കിടക്കുക, 1 പ്രാർത്ഥന കൊലോസ് ലേഖനത്തിൽ കിടക്കുക, വേറൊരു പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനത്തിൽ കിടക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ മാറുക. യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുന്നതിനനുസരിച്ച് പ്രാർത്ഥനയിലെ വിഷയങ്ങൾ മാറുകയാണ്. എഫേസ് ലേഖനത്തിലെ 2 പ്രാർത്ഥന, 1-ാമത്തെ പ്രാർത്ഥന 1:15 മുതൽ ആ പ്രാർത്ഥന ഇങ്ങനെ, അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ ശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ഏകദേശം 18 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്ന പ്രാർത്ഥന. അതിനെ എല്ലാം കൂടെ ഒറ്റ വാക്കി കൺക്ലൂഡ് ചെയ്താൽ ഒറ്റ വാക്കാ പ്രാർത്ഥിക്കുന്നത്, അവനിൽ വ്യാപരിച്ച ശക്തി, അവനെ ബലപ്പെടുത്തിയ ശക്തി, അവനെ കല്ലറയ്ക്കകത്തുനിന്ന് എഴുന്നേൽപ്പിച്ച ശക്തി, അതേ ശക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ വേണ്ടിയല്ലേ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യേശുവിനെ അറിഞ്ഞവന്റെ 1-ാമത്തെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് തന്നെ ഇത് പവർ ഓഫ് ഗോഡ്, ദൈവശക്തി. സ്തോത്രം.
പ്രിയരെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അതിൻ്റെ തെളിവാന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. സ്വത്രം. യേശുവിനെ അറിയണമെങ്കിൽ അവന്റെ അഭിഷേകത്തെ അറിയാത്ത, അവന്റെ ആത്മാവിനെ അറിയാത്ത ആർക്കും യേശുവിനെ അറിയാൻ പറ്റത്തില്ല. ഉയർപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ 96 മണിക്കൂർ കൊണ്ട് ക്രമിച്ചു കൊണ്ടിരിക്കുന്ന കല്ലറയുടെ അടുക്ക വന്നേച്ച് ലാസറെ പുറത്തു വാന്ന് പറഞ്ഞപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്യുന്ന ആ ശക്തി, അവന്റെ വ്യാപാര ശക്തി. ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന ചിലരുടെ മേൽ ആ വ്യാപാര ശക്തി വെളിപ്പെടുന്നത് ഞാൻ കാണുക. ക്രമിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ അവന്റെ ശക്തി വ്യാപരിക്കുന്നത് വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ എത്ര പേര് തയ്യാറാ? ഞാൻ ക്യാൻസറിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. അതിനെയൊക്കെ നിർജീവമാക്കിക്കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയെ കുറിച്ച്. ബന്ധനമല്ല എൻ്റെ വിഷയം, മന്ത്രമല്ല എൻ്റെ വിഷയം, മന്ത്രവാദി അല്ല എൻ്റെ വിഷയം, പോരാട്ടമല്ല എൻ്റെ വിഷയം. അതിനെയൊക്കെ ജയിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവശക്തിയായ എൻ്റെ വിഷയം. ഏത് കോണിൽ നീ ഇരുന്ന് ഈ വചനം കേട്ടാലും, ഭൂമിയുടെ ഏത് അറ്റത്ത് നീ പോയി പാർത്താലും, ഏത് ശക്തമായ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ തയ്യാറാ? പ്രിയരെ, ഈ ദൈവശക്തിയുടെ എന്താ? ഇതിന്റെ അവസാനമല്ലത്. ഇത് എവിടെ വരെ വ്യാപരിക്കും? കല്ലറയ്ക്കകത്ത് വരെ ഇത് വ്യാപരിക്കും. മരിച്ച യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ ഈ ദൈവശക്തി ഉയർപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവശക്തി പെന്തിക്കോസുകാർ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമായത് ദൈവശക്തി. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വൈപ്പാപ്പച്ചൻ പാസ്റ്റർ എന്നോട് പണ്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. വകയാറ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആരംഭം. ഒരു പാവം പിടിച്ച മാതാവ് ഒരു ചറ്റക്കുടലിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർക്ക് ആ കുടലിന് തീ കത്തുന്നത് പോലെ തോന്നി. വാഴയൊക്കെ വെട്ടി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തീ കെടുത്താനായിട്ട് അവർ വന്നപ്പം തീയല്ല, ഒരമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുക. ശക്തമായ പാരമ്പര്യത്തിൻ്റെ ശക്തികളെയും, ശക്തമായ പൗരോഹിത്യത്തിന്റെ പോരുകളെയും, ശക്തമായ ജാതിക ശക്തികളുടെ വെല്ലുവിളികളെയൊക്കെ ജയിക്കുവാൻ എന്നെയും നിങ്ങളെയും നമ്മുടെ പിതാക്കന്മാരെയും കഴിഞ്ഞ നാളുകളിൽ പ്രാപ്തമാക്കിയത് വ്യാപരിച്ച ദൈവശക്തി അല്ലേ? പെന്തിക്കോസുകാരെ, ഇത് കൈയടിക്കുന്നത് ഒതുങ്ങുന്നതല്ല. പെന്തിക്കോസുകാരെ, ഇത് പ്രസംഗത്തിനകത്ത് തീരുന്നതല്ല. ഇത് നിന്റെ അകത്ത് വ്യാപരിക്കുന്നതാ. ഇത് നിന്നെ ജീവിപ്പിക്കുന്നതാ. അപ്പം ദൈവശക്തിയുടെ ആഴമറിഞ്ഞ അപ്പോസ്തലന്റെ പ്രാർത്ഥന ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടിയാ. ഈ 2016 ആണ്ടിന്റെ 3-ാമത്തെ മാസത്തിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് എത്ര പേര് ആത്മാവി പ്രാർത്ഥിക്കാൻ തയ്യാറാ? കർത്താവേ, പാളയം സഭയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. തിരുവനന്തപുരത്തെ ആധിപത്യം പുലർത്തുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ തകർത്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുക, ദൈവശക്തി മറ്റേത് കാലഘട്ടത്തെക്കാൾ വ്യാപരിക്കുന്ന ഒരു വർഷമാ ഇതെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ദൈവങ്ങളുടെ ശക്തിയെ തകർത്തുകൊണ്ട് പല മനുഷ്യരെ അമാനുഷികരാക്കുവാൻ, പല മനുഷ്യരെ ആൾ ദൈവങ്ങളാക്കുവാൻ ഈ ആധുനിക ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് ദൈവമായിരുന്നവൻ താണ ലോകത്തിൽ വന്ന് മനുഷ്യനെ പോലെ മരിച്ച് കല്ലറയ്ക്കകത്തിരുന്നപ്പോ അവനിൽ വ്യാപരിച്ചുയർപ്പിച്ച അതേ ശക്തി 3.5 വർഷത്തെ യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ വ്യാപരിച്ച് അതേ ദൈവശക്തി ഈ രാത്രി വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുക. 18 കൊല്ലമായിട്ട് കൂനിയായിരിക്കുന്നവരുടെ മേൽ വ്യാപരിച്ച ശക്തി 12 കൊല്ലമായി രക്തസ്രാവം കൊണ്ട് നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വ്യാപരിച്ച ശക്തി. യെസ്, ഇന്ന് രാത്രി അതേ ദൈവശക്തി ഇവിടെ വ്യാപരിക്കാൻ പോവുക. ഇപ്പം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവനോട് ശക്തമായി ഇടപെടുക. ഉള്ളതാണോ, കേടുള്ളതാണോ നന്നാക്കി തരും, ഇല്ലാത്തതാണോ ഉണ്ടാക്കി തരും. ഞാൻ പ്രസംഗിക്കുന്നത് എന്നെ കുറിച്ചല്ല, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാ. അച്ഛാ, ഉണ്ടെങ്കിൽ നന്നാക്കി തരും, ഇല്ലാത്തതാണെങ്കിൽ ഇന്ന് രാത്രി നിർമ്മിച്ചു തരും.
12 കൊല്ലമായിട്ട് അവിടെ കയ്യിലുണ്ട്. പക്ഷെ ഉള്ളതിന് ഡിഫക്റ്റാ. ഉള്ളത് മെച്ചമുള്ളതല്ല, ഉള്ളത് നന്നാകാത്തതാ. പല വൈദ്യന്മാര് നോക്കിയിട്ടും നന്നാകാത്ത അവയവത്തിന്റെ മേൽ ശക്തി വ്യാപരിച്ചപ്പോൾ ഇല്ലയോ നിർമ്മിച്ചു തരും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയുക, ഇല്ലാത്തതാണെങ്കിൽ നിർമ്മിച്ചു തരും, ഉള്ളതാണെങ്കിൽ നന്നാക്കി തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം ചെയ്യ് പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ സ്തോത്രം ചെയ്യ്. ഈ രാത്രി ശക്തമായി ദൈവാത്മാവ് ഇടപെടുക. ഇല്ലാത്തതാണെങ്കിൽ അവൻ ഉണ്ടാക്കി തരുന്ന രാത്രിയായത്. വളരെ ശക്തമായ ദൈവശക്തിയുടെ വ്യാപാരം ഈ ആലയത്തിന്റെ അകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ചില വ്യക്തികളെ അത് സ്പർശിക്കുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് പാസ്റ്റർമാരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവശക്തിയെക്കുറിച്ചുള്ള അറിവുണ്ടാകട്ടെ. സ്വത്രം. എനിക്കിന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ പറ്റും, എന്നെ ഞാനാക്കിയത് ദൈവശക്തിയാ. ഞാൻ മുട്ടയിരുന്നപ്പോൾ കിട്ടിയതല്ല എനിക്ക് ദൈവശക്തി. എൻ്റെ അമ്മയോടും അപ്പനോടും ദൈവം ചെയ്ത വാഗ്ദത്തം. ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നേക്ക് 24 വർഷം മുമ്പ് പായയുടെ വള്ളിയും വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈ ദൈവശക്തി എന്നെ എടുത്തെറിഞ്ഞത്. അന്ന് രാത്രി മുതൽ എന്നെ ആളുമാറ്റിയ ശക്തിയെക്കുറിച്ചാ ഇന്ന് രാത്രി ഞാനിവിടെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ അറിഞ്ഞ പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന ദൈവശക്തിയെക്കുറിച്ചുള്ള ആഗ്രഹ. ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി നിങ്ങളിൽ ഒന്ന് വ്യാപരിച്ചിരുന്നെങ്കിൽ. രണ്ടാമത്തെ പ്രാർത്ഥന 3:14 കിടക്കുക. എന്താ വിഷയം? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 3:14. അത് നിമിത്തം ഞാനും സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തിനളവേ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം ദൈവശക്തിയാണെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുക. ആർക്ക് വേണ്ടിയാ മുട്ടുകുത്തുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും പേർ വരുവാൻ കാരണമായ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ. ഏതാ സ്വർഗത്തിലെ കുടുംബം? വിവിധ ഇടങ്ങളിൽ നിന്ന്, വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന്, വിവിധ മാതാപിതാക്കളാൽ വിവിധ കാലഘട്ടങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മളെ ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ അവകാശികളും ഒരു നിത്യതയുടെ ഓഹരിക്കാരുമാക്കിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാക്കി വെച്ചിരിക്കുകയല്ലേ. ഇതെവിടം വരെ പോകേണ്ട കുടുംബമോ? നിത്യത വരെ പോകേണ്ട കുടുംബം. അപ്പൊ സ്വർഗത്തിൽ പോകേണ്ട കുടുംബം ദൈവസഭയാ. ഭൂമിയിലെ കുടുംബം ഏതാ? ഭൂമിയിലെ കുടുംബം നമ്മുടെ കുടുംബമാ. രണ്ട് കുടുംബങ്ങളിലും എന്തോ വ്യാപരിക്കണം? ദൈവസ്നേഹം വ്യാപരിക്കണം. എന്താ പൗലോസിന്റെ വിഷയം? ദൈവ സ്നേഹം. ഒന്നാമത്തെ സബ്ജക്റ്റ് ദൈവശക്തിയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ദൈവ സ്നേഹം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, ദൈവസ്നേഹം സഭയ്ക്കകത്തും വ്യാപരിക്കണം, കുടുംബത്തിലും വ്യാപരിക്കണം. ദൈവസ്നേഹം വ്യാപരിക്കുന്നിടത്ത് വഴക്കുണ്ടാകത്തില്ലേ? ദൈവസ്നേഹം വ്യാപരിക്കുന്നിടത്തേ വഴക്കുണ്ടാകത്തുള്ളൂ. ജീവനുള്ളിടത്തെല്ലാം വഴക്കുണ്ട്. പെന്തിക്കോസുകാരുടെ വഴക്കില്ലാത്തൊരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. നമുക്ക് കുറച്ച് സെമിത്തേരി ഉണ്ട്, അവിടെ അല്ലാതെ വേറെ ഒരിടത്തും വഴക്കില്ല. എന്നാ വഴക്കുള്ളതിൻ്റെ കാര്യം? ജീവനുള്ളതുണ്ടാച്ചാ. സ്നേഹമുള്ളതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്.
പക്ഷെ വഴക്ക് പിണക്കാകുന്നെങ്കിൽ ഓർത്തോണം. പറഞ്ഞുതരാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എൻ്റെ 2 മക്കളെ എല്ലാ ദിവസവും യോഗത്തിന് പോകുമ്പോൾ 2 പേരുടെയും തലയിൽ കൈവച്ച് യേശുവിൻ്റെ രക്തത്തിൽ അവരെ മുദ്രയിട്ടാച്ചാണ് ഞാൻ പോരുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവന്മാർ മുദ്ര പൊട്ടിച്ച് രക്തം ഒഴുക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ അടുത്ത സമയത്ത് ഒരു യോഗം കഴിഞ്ഞ് എന്നപ്പം മൂത്തവൻ്റെ മോഹം മുഴുവൻ ആന്തി കീറി വെച്ചിരിക്കുക, മറ്റവൻ്റെ മൂക്കിടിച്ച് പഞ്ചറാക്കി വെച്ചേക്കുക. ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 പേരും കൂടെ വഴക്കുണ്ടാക്കിയതാ. മൂത്തവൻ ഇളവനെ മൂക്കിടിച്ച് പതുക്കി, ഇളവൻ മൂത്തവൻ്റെ മുഖം ഇങ്ങനെ ആന്തി കീറി വെച്ചിരിക്കുക. മൂക്കിങ്ങനെ ചളുങ്ങിയിട്ടുണ്ടെങ്കിലും അത് കണ്ടാൽ അത്ര അറിയത്തില്ല, പക്ഷേ മുഖം കീറിയിരിക്കുന്നത് നന്നായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. മൂത്തവനോടല്ല പറഞ്ഞ വല്ലതും മനസ്സിലാകത്തുള്ളൂ. ഞാൻ അവനെ കുറേ നേരം മാറ്റിയിരുത്തി പഠിച്ച കൗൺസിലിംഗ് ഒക്കെ അവനെ ഒന്ന് ചെയ്ത് നോക്കി. എവിടെ അവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വഴക്കുണ്ടാക്കി അപ്പായും അമ്മായി ഒന്നും പറയത്തില്ല, പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ദേണ്ട ആൻറ്റി ചിലപ്പം പോലീസിനെ വിളിച്ച് പറയും, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ആൻറ്റി പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ പോലീസ് വന്ന് നോക്കുമ്പോൾ നിൻ്റെ മോൻ കീറിയിരിക്കുന്നു. ആരാ എഫോദിൻ്റെ മോൻ കീറിയെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കും അപ്പായിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല, ഓബേദാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓബേദ് കീറിയെന്ന് കേട്ടാൽ അന്നേരം ഓബേദിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ നിനക്ക് ഓബേദില്ല, പിന്നെ നീ ഒറ്റയ്ക്കാകും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. കുറേ നേരം ഇവനിതെല്ലാം കേട്ട് ദുഃഖക്കൈയൊക്കെ കൊടുത്ത് ജനലിൻ്റെ അടുക്ക പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്ന് ചോദിക്കുക, അപ്പാ ഓബേദ് എൻ്റെ മോന്ത കീറിയന് എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ പോലീസിന് എന്നാ ഇത്ര കുഴപ്പമെന്ന്? എന്താ? അതാ, ഓബേദ് എൻ്റെ മോൻ കീറിയന് എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ പോലീസിന് എന്നാ അവന് കുഴപ്പമില്ലാത്തതിൻ്റെ കാര്യം? ഒരേ ചോരയായോണ്ടാണ് കുഴപ്പമില്ലാത്ത. അയലൊക്കത്തെ വീട്ടിലവനാണെങ്കിൽ ഇവ സമ്മതിക്കത്തില്ല. ഒരേ ചോരയാണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ നീ വാളോങ്ങുന്നതിൻ്റെ കാര്യം, നാട്ടുകാർക്ക് നേരെ മുഴുവൻ നീ വിമർശിക്കുന്നതിൻ്റെ കാര്യം ചോര വ്യത്യാസമുള്ളതുകൊണ്ട്. വീട്ടിലെ ആണെ ക്ഷമിക്കത്തില്ലേ, വീട്ടിലെ ആണെ മറക്കത്തില്ലേ, വീട്ടിലെ ആണെ ലോകം മുഴുവൻ അറിയിക്കോ? എൻ്റെ പൊന്നെ, ചോര ഒന്നാണെങ്കിൽ എല്ലാം മറക്കും, എല്ലാം പൊറുക്കും. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ഒരു നാഥനെ അനുഗമിക്കുന്ന ആളുകൾ ഇതാ ദൈവസ്നേഹമെന്ന് ഉറക്കെ പറയുന്നെങ്കിൽ എൻ്റെ നിങ്ങളുടെയും ചോര ഒന്നല്ലേ പ്രിയപ്പെട്ടവരെ? ആണോ? ആണെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? അപജയങ്ങളെയും അനാരോഗ്യങ്ങളെയും അനാത്മികതകളെയും ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിമർശിക്കുന്നത് നല്ലതാ. അപ്പം തന്നെ ഓർത്തോണം, മറ്റുള്ളവരോട് പ്രതികാരത്തിൻ്റെ മനോഭാവത്തോടെ നീ ഇടപെടുന്നുവെങ്കിൽ ചോര തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രാർത്ഥന ദൈവശക്തി വ്യാപരിക്കണമെന്ന. രണ്ടാമത്തെ പ്രാർത്ഥന ദൈവസ്നേഹം വ്യാപരിക്കണമെന്ന. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം കൊലോസ്യ ലേഖനത്തിൽ കിടക്കുന്ന 1:9 മുതൽ യേശുവിനെ അറിഞ്ഞപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കേട്ട നാൾ മുതൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. എന്തിനാ ഇപ്പം പ്രാർത്ഥിക്കുന്നതെന്നറിയാ? യോഗ്യമാവണ്ണം പ്രാർത്ഥിക്കുക സഭയ്ക്ക് വേണ്ടി. കർത്താവ്, എൻ്റെ അച്ഛാ ഈയിടെ എങ്ങാനും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ ഇടപെടുന്ന ആളുകൾ, എൻ്റെ സഭയിലുള്ള ആളുകൾ, അവരുടെ കുറ്റങ്ങളും കുറവുകളും വാട്സപ്പും ഫേസ്ബുക്കും വഴി നീ ഏതെല്ലാം നാട്ടിൽ അയക്കുന്നു, ഒരു നിമിഷമെങ്കിലും നീ മുട്ടുകുത്തിയിട്ടുണ്ടോ? കർത്താവേ, യോഗ്യമാവണ്ണം ജീവിക്കാനുള്ള കൃപ കൊടുക്കാൻ മനസാക്ഷിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ആത്മീക ലോകത്ത് ഇത് പറയാൻ ധൈര്യമുള്ള എത്ര ദൈവദാസന്മാരുണ്ട്? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് മര്യാദയ്ക്ക് നടക്കണമെന്ന. പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയ്ക്ക് നടക്കണം. അതിലൂടെ നടക്കാൻ പറ്റുന്ന ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം. ഞാൻ കടമ്പനാടി അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചേച്ച് തിരുവല്ലയിലേക്ക് ഇങ്ങനെ കാറി വരുമ്പോൾ ഷാരോൻ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ 50 കൊല്ലമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന PG ജേക്കബ് സാർ എൻ്റെ കൂടെ വണ്ടിയെ കയറി അന്നത്തെ പ്രസംഗത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് വരുമ്പം ആ ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെ, മോനെ, ലോകത്തിലുള്ള എല്ലാ ഡ്രൈവർമാർക്കും
അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ഒരല്പസ്വല്പം ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. കാറാണേലും കപ്പലാണേലും ബൈക്കാണേലും പ്ലെയിനാണേലും ഓടിക്കുന്നവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്പസ്വല്പം ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ട്രെയിൻ ഓടിക്കുന്ന ആളിന് മാത്രം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റത്തില്ലെന്ന്. ശരിയാണോ? ആണെന്നേ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇല്ല, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റുന്ന ഒരു ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം. ഇത് മര്യാദയ്ക്ക് നടക്കേണ്ട ജീവിതമാ. ഇതിനൊരു ട്രാക്ക് ഉണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നടക്കേണ്ട ജീവിതമായത്. സ്തോത്രം. കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചതി ഉണ്ടാകാതിരിക്കുക, വിധി ഉണ്ടാകാതിരിക്കുക, കവർച്ച ചെയ്യാതിരിക്കുക, വിരുദ് തെറ്റാതിരിക്കുക. ഇതൊക്കെയാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം. അപ്പൊ ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ പ്രാർത്ഥന യോഗ്യമാവണ്ണം നടന്ന് ഫലം കായ്ക്കാൻ. 1 ദൈവശക്തി വ്യാപരിക്കാൻ, 2 ദൈവസ്നേഹം വ്യാപരിക്കാൻ, 3 യോഗ്യമാവണ്ണം നടന്ന് ഫലം കായ്ക്കാൻ. 4-ാമത്തെ പ്രാർത്ഥന ഫിലിപ്പിയർ ലേഖനം 1:9. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. എന്താ ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയം? കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ അനുഭവിച്ചവർ, ഞങ്ങളുടെ സഭയിൽ ആരാധിച്ചവർ, ആരും അല്ല ഞങ്ങളുമായി ഇടപെട്ടവർ, അങ്ങയുടെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുഞ്ഞു പോലും എന്റെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിക്കുക. പാസ്റ്റർ, ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒട്ടുപാലിൻ്റെ കാര്യവും റബ്ബറിൻ്റെ കാര്യവും കോഴിയുടെ കാര്യവും താറാമുട്ടയുടെ എന്നാ ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 1:12 പൗലോസ് പറയാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവനെൻ്റെ ഉപനിധിയാ. മലയാളത്തിൽ തുടയെന്നൊരർത്ഥമാ. പക്ഷെ അതിൻ്റെ മൂലപദത്തിൽ വരുമ്പോൾ അർത്ഥം എന്താണെന്നറിയോ? സുരക്ഷിതമായൊരു നിക്ഷേപമാ. എൻ്റെ ദൈവം ഒരു കിട്ടാച്ചരക്കല്ല. അന്നത്തെ യഹൂദ സംസ്കാരം അനുസരിച്ച് പള്ളികളിൽ നിന്ന് കാശ് മേടിച്ചു കൃഷി ചെയ്യുന്ന ആളുകൾ എത്ര വീടിയാലും അവരുടെ കടം വീടത്തില്ല, പലിശ മാത്രമേ വീടത്തുള്ളൂ. മുതൽ പിന്നെയും 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 കടമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ കിട്ടാച്ചരക്കായിട്ട് ഒരടിമത്തത്തിൽ ജീവിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് അധ്വാനിക്കുന്ന സമൂഹത്തെ കണ്ട് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഭാരം, നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരം എൻ്റെ അടുക്ക കൊണ്ടുവാ. പൗലോസ് പറയുകയാ, എൻ്റെ ദൈവം ഒരു കിട്ടാച്ചരക്കല്ല, എൻ്റെ ദൈവം നൽകുന്നത് പലിശക്കാശല്ല, എൻ്റെ ദൈവം നൽകുന്നത് കടവല്ല, എൻ്റെ ദൈവം നൽകുന്നത് അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ, ഒരു നല്ല പങ്ക. ഇത് സുരക്ഷിതമായ ഒരു നിക്ഷേപ. തിരുവനന്തപുരത്ത് ഏത് ബാങ്കിൽ കൊണ്ട് 10 ലക്ഷം രൂപ ഫിക്സഡ് ഇട്ടാൽ ലോൺ എടുക്കുന്നത് പോലാണോ അതിൻ്റെ പലിശ കിട്ടുന്നത്? അല്ല കേട്ടോ, ഇത് സുരക്ഷിതമായൊരു നിക്ഷേപ. എന്ന് വരെ ഉറക്കപ്പറ, ഓ ദിവസം വരെ. അപ്പൊ കഷ്ടതയെ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്നാ? സേവനം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്നാ? വിശ്വസിക്കുന്നതിൽ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്നാ? ഓ ചൂടാനാധാര കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം എന്നാ? ആ ദിവസം വരെ എനിക്കൊരു തുണയുണ്ട് എന്നുള്ള അറിവല്ലേ? എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷിക്കുവാൻ കഴിയും? എൻ്റെ ഹൃദയം നന്ദിയാൽ നിറകയാ. ഈ രാത്രി മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്ന് ആത്മാവിൽ സന്തോഷിക്കണമെന്ന് എനിക്കുണ്ട്. എങ്കിലും സമയം നമ്മുടെ മുമ്പിൽ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് ഈ രാത്രി ദൈവമക്കളെ ഞാൻ അറിയിക്കുക, ഓ നമ്മുടെ സന്തോഷം നൈമിഷികമല്ല. ഇന്ന് രാത്രി ഉറക്കപ്പറ, മണ്ണെ പ്രതി മാണിക്യത്തെ വിട്ടത്തില്ല ഞങ്ങൾ അറിഞ്ഞവരാ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ഇനിയും തന്റെ സന്തോഷത്തിന്റെ 2-ാമത്തെ കാരണം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വെച്ച് 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഞാൻ ക്രിസ്തുവേശുവിനാൽ എന്നെ ഒരാൾ പിടിച്ചിട്ടുണ്ട്,
എൻ്റെ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ കാരണം യേശുവിനെ കുറിച്ചുള്ള അറിവാ. രണ്ടാമത്തെ കാരണമേ, എന്നെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. സ്വത്രം. എന്നെ പിടിച്ചിരിക്കുന്നത് ഒരു ബന്ധനമല്ല. എൻ്റെ മേൽ ഒരേ ഒരു ബന്ധനമേ ഉള്ളൂ, ആത്മാവിൻ്റെ ബന്ധനം. ആത്മാവിൻ്റെ ബന്ധനം എൻ്റെ മേലുള്ളത് കൊണ്ട് ഒരു ബന്ധനത്തിനും എന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. ആത്മാവ് ഉണ്ടായിരുന്നപ്പോ ശിംശോനെ ബന്ധിച്ച ഒരു കയറ് പോലും നിന്നില്ല, ഒരു ചങ്ങല പോലും നിന്നില്ല. എല്ലാം ചണനൂല് പോലെ അഴിഞ്ഞെങ്കിൽ ഈ രാത്രി ആത്മാവുള്ള ദൈവമേ ഇതിൽ ഉറക്കെ പറ. മതങ്ങളുടെ ബന്ധനം പോലെ അല്ലിത്. കാറൽ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന്. കറുപ്പ് ഉപയോഗിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച് രക്ഷപ്പെട്ട പല ആളുകളോട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ആരൊക്കെ എന്നോട് പറഞ്ഞത്, ചില ചെറുപ്പക്കാരൊക്കെ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ ആദ്യം രസത്തിന് ഉപയോഗിച്ചതാ, പിറ്റേ ദിവസം ഉപയോഗിച്ചത് പേടിച്ച. കാര്യം എൻ്റെ കൂട്ടുകാർ പേടിപ്പിച്ചു. ഇന്നലെ ഉപയോഗിച്ച സാധനം ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ തളർന്നു പോകും നാളെ എന്ന് പേടിപ്പിച്ചപ്പോഴാണ് ഞാൻ പിന്നെ അത് ഉപയോഗിച്ചത്. അങ്ങനെ ഞാൻ അതിൻ്റെ അടിമയായി. മതങ്ങളും ഇത് തന്നെയല്ലേ മനുഷ്യനെ ചെയ്യിപ്പിച്ചത്. എന്നാ പേടി? ഏറ്റവും വലിയ പേടി മരണപ്പേടിയാ. നമ്മുടെ കർത്താവ് അതിനെ മാറ്റി നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമ്പം ഇന്ന് രാത്രി നമ്മൾ പേടിച്ചാരാധിക്കുന്നവരല്ല, ഉറക്കെ പറ, സ്നേഹിച്ചാരാധിക്കുന്നവരാ. അവൻ്റെ പിടുത്തം അനുഭവിക്കുവാൻ ഓരോ ദിവസവും കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്നൊക്കെ തിരിപ്പുണ്ട്. ഓരോ ദിവസവും എൻ്റെ കരുതൽ. അയ്യോ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ചെന്നപ്പോഴും എന്നെ ധൈര്യത്തോടെ നിർത്തിയത് എൻ്റെ മേലുള്ള ആ പിടുത്തവാ. അപ്പോൾ പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ രണ്ട് കാരണം: ഒന്ന്, യേശുവിനെ കുറിച്ചുള്ള അറിവ്; രണ്ട്, സ്നേഹത്തിൻ്റെ ഒരു ബന്ധനം. മൂന്നാമത്തെ കാര്യം 4-ാം അധ്യായം 11-12 വാക്യം. നാലിൻ്റെ 11-12. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഈ പറയുന്നത്, ഉള്ളവസ്ഥയിൽ ആലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എനിക്കറിയത്തില്ല. $19 ലക്ഷം സ്വത്തുകാരനായിട്ട് ജനിച്ചപ്പോൾ എങ്ങനെ അറിയാനാ? പക്ഷെ കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നപ്പം ഇതെല്ലാം ഞാൻ ശീലിച്ചു. എന്നാ സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ കാരണം, സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ. സ്തോത്രം. ശീലിക്കണം കേട്ടോ. ചിക്കൻ മാത്രം ഉള്ളപ്പോൾ സന്തോഷം ഇല്ല, മുള കാണൽ എനിക്ക് സന്തോഷമാണ്. ശീലം കൊണ്ടാ. ഫുഡ് എനിക്കൊരു പ്രശ്നമല്ല, പ്രസംഗ സ്ഥലം എനിക്കൊരു പ്രശ്നമല്ല, ആള് എനിക്കൊരു പ്രശ്നമല്ല. എവിടെ ചെന്ന് ഉപവസിക്കാൻ മടിയില്ലാത്തവന് മുമ്പിൽ പട്ടിണിയിട്ട് പേടി കാണിക്കാൻ പിശാചിന് കഴിയോ? ഇച്ചിരി പോക്കറ്റിൽ കുറയുമ്പോ അച്ഛാ വെപ്രാളപ്പെടുന്നുണ്ടോ? എപ്പോഴും കുറവ്. നമ്മുടെ പിതാക്കന്മാർ പണ്ട് പാടിയില്ലേ, എന്റെ ദേശത്ത് പരദേശികളായി മന്യതിൽ കൂടാരവാസികളായി ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വൻ നഗരത്തിനായി കാത്തുവസിക്കുന്ന നമ്മുടെ ഇവിടുത്തെ വിസിറ്റിംഗ് വിസ ആണ്. ഇത് തീരുമെന്ന് നമുക്ക് ഉറപ്പാ. വേഗം പറക്കുമെന്ന് നമ്മൾക്ക് ഉറപ്പാ. ഒരു നിക്ഷേപം നമുക്കുണ്ട്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഏറെയില്ല, യേശു മാത്രം സമ്പത്താന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന നാഗ്പൂരും ബീഹാറിലും അവിടെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി രക്തമൊഴുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാരെ കണ്ട് അവരോടുകൂടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടുവാലിൻ്റെ വണ്ണവും കോഴിക്കൂടിൻ്റെ പണി കോഴിമുട്ടയുടെ വലിപ്പം ഒരു വിഷയമേ അല്ല പ്രിയപ്പെട്ടവരെ. കാര്യം വിളിച്ചവനാരാന്ന് എനിക്ക് നന്നായിട്ടറിയാം.
ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വാക്കാ, ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഒരു വാക്കാ. വിശ്വസിക്കുന്നത് സപ്പോർട്ട് എന്ന വാക്കാ, വെറുക്കുന്നത് സപ്പോർട്ട് എന്ന വാക്കാ. വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ സപ്പോർട്ടാ, വെറുക്കുന്നത് മനുഷ്യന്റെ സപ്പോർട്ടാ. കാരണം വിളിച്ചവൻ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്? മനുഷ്യന്റെ സപ്പോർട്ട്, അയ്യോ, അതിനകത്ത് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പലരും മാറിയപ്പം തളർന്നു പോയേനെ. പലരും ഒറ്റപ്പെടുത്തിയപ്പോ ഒരേ പായ കിടന്നവർ, ഒരുമിച്ച് കഴിച്ചവർ, ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിച്ചവർ ഒറ്റപ്പെടുത്തി മാറിപ്പോയപ്പോഴും ഈ പുസ്തകത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ ദൈവമക്കളെ പ്രാപ്തമാക്കുന്നത് വിളിച്ചവനുള്ള ആശ്രയമല്ലേ? ഈ രാത്രി നമുക്ക് തീരുമാനിക്കാം, വിശ്വാസ ജീവിതം എന്ന ശുശ്രൂഷയിൽ രക്തമൊഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളും എൻ്റെ കൂടെ സന്തോഷിപ്പീൻ, നമുക്കെല്ലാവർക്കും കൂടെ സന്തോഷിക്കാം. ഈ രാത്രി ഒന്ന് സന്തോഷിക്കുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? ആത്മാവിൽ സന്തോഷിച്ചാട്ട് ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ പറ. പെന്തിക്കോസ് ഒരു ആത്മീക അനുഭവം. ആ സന്തോഷത്തിന്റെ പിൻപിൽ 4 കാരണങ്ങൾ 4 അധ്യായത്തിൽ പറയുകയാ. 1, ജോയ് ഇൻ സഫറിംഗ്, കഷ്ടതയിലുള്ള സന്തോഷം. 2, ജോയ് ഇൻ ഗിവിംഗ്, കൊടുക്കുന്നതിലുള്ള സന്തോഷം. 3, ജോയ് ഇൻ സർവിംഗ്, സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. 4, ജോയ് ഇൻ ബിലീവിംഗ്, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. എന്താ സന്തോഷത്തിന്റെ കാരണം? 3 അറിവ്. 1, യേശു ആരാന്ന് എനിക്കറിയാം, നോയിങ് ക്രൈസ്റ്റ്. 2, സ്നേഹത്തിൻ്റെ ഒരു ബന്ധനം ഞാൻ അനുഭവിക്കുന്നു. 3, സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ എനിക്കൊരു കൃപ കിട്ടിയിരിക്കുന്നു. മറിയേ, നിന്ദകൾ വരുമ്പോഴും നീ എന്നെ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം കൃപ കിട്ടി, കൃപ കിട്ടി. കൃപയ്ക്കകത്ത് സന്തോഷിക്കുവാൻ എത്ര പേര് തയ്യാറാ? കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ശാഭാരാധര ഹതരാരക. നമുക്ക് ആ വരികളൊന്ന് ചേർന്ന് പാടാ. അന്യദേശത്തു പരദേശിയായി മന്നിതിൽ കൂടാരവാസികളായി, അന്യദേശത്തു പരദേശി മന്നിതിൽ കൂടാരവാസികളായി, ഉന്നതനാം ദൈവം ശില്പി ായി കാത്തു വസിക്കുന്ന വന്നകരത്തിൻ കാത്തു വസിക്കുന്ന ഭക്തരിൽ വിശ്വാസ ഭദ്രമാം ജീവിതം. ഓ ഭക്തരിൽ വിശ്വാസ ജീവിതം. ഒന്ന് സന്തോഷിച്ച പ്രിയപ്പെട്ടവരെ, ഒന്ന് ആനന്ദിച്ച പ്രിയപ്പെട്ടവരെ, ഒന്ന് ആത്മാവിൽ സന്തോഷിച്ച പ്രിയപ്പെട്ടവരെ, ഈ രാത്രി പ്രതികൂലങ്ങളെ ജയിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ആത്മാവിലൊന്ന് അന്യഭാഷ പറയുവാൻ, ആത്മാവിലൊന്ന് സ്തുതിക്കുവാൻ വലിയ നിയോഗം ദൈവാത്മാവ് തരികയാ. എത്ര പേര് രാത്രി തയ്യാറാ? 4 വശത്തു നിന്ന് കെട്ടിയടയ്ക്കപ്പെട്ട സമുദ്രത്തിലെ വൻ അലകളുടെ നടുവിൽ ഉന്നതനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അക്കരയെത്തുവാൻ കഴിയുന്ന Oh, glory Father, glory Father. We glorify your name, Lord. ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനായിട്ട്, ശ്രേഷ്ഠമായ ദൈവ ശബ്ദം കേൾപ്പാനായിട്ട്, ശ്രേഷ്ഠമായ ദൈവീയ ദൂതുകൾ ശ്രദ്ധിപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഇന്നലെ നാം കേട്ടതുപോലെ സ്തോത്രം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതും ഹല്ലേലൂയ. നാം അത് തന്നെയാണല്ലോ കേട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ച്, ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി വലിയ വില നൽകണമെന്ന് ഇന്ന് സന്ധ്യാസമയം നാം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. കഷ്ടതയിൽ സന്തോഷിപ്പാനായിട്ട്, നഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിപ്പാനായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ. സേവനം ചെയ്യുന്നതിൽ സന്തോഷിപ്പാനായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, കൊടുക്കുന്നതിൽ സന്തോഷിപ്പാനൊക്കെ ആയിട്ട്, ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മോട് അറിയിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യാസം വരുവാനായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നതായ നല്ല ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടത്തക്കവണ്ണം, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. യോഗ്യമാം വണ്ണം ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ നടപ്പാനായിട്ട്,
സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ പൗലോസിനെ കുറിച്ച് നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. താൻ ഡമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സ്തോത്രം ഹല്ലേലൂയ ദൈവമനെ സ്പർശിപ്പാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ചു എന്ന് നാം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. 4 ഹല്ലേലൂയ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ താൻ മുന്നോട്ട് പോയപ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് തൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ തന്നെ ഒരു വ്യത്യാസം വരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മെ സംബന്ധിക്കുന്നതായ വിഷയങ്ങളിലൊക്കെ തന്നെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട്, ദൈവം നമ്മെ ഉപയോഗിക്കാനായിട്ട് സ്തോത്രം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. നല്ല സാക്ഷികളായിട്ട് നിലനിൽപ്പാനായിട്ട് സ്തോത്രം. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നവരായിട്ട് സ്തോത്രം ഹല്ലേലൂയ. അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരായിട്ട് നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. തുടർന്ന് ദൈവം തന്നെ ഉപയോഗിക്കാനായിട്ട് ശക്തമായിട്ട് താൻ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ സ്തോത്രം സൂക്ഷിപ്പാനൊക്കെ ആയിട്ട് ദൈവം തന്നെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രത്യേകിച്ച് നാളെ ദിവസവും ഹല്ലേലൂയ താനായിരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ ദൈവം തന്നെ സൂക്ഷിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനായിട്ട്, കുടുംബമായിട്ട് ഈ ദിവസങ്ങളിൽ വീണ്ടും ദൈവം തന്നെ മാനിപ്പാനും ആദരിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. കടന്നു നമ്മെ ഓരോരുത്തരെയും വീണ്ടും ദൈവങ്ങൾ സമർപ്പിക്കാം. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ജോർജ് മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും അവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം. ശ്രുതിപ്പാൻ വേറെ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. എപ്പോഴും എല്ലായ്പ്പോഴും ഹല്ലേലൂയ സന്തോഷിപ്പീനെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ കഷ്ടതയിൽ സന്തോഷിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേലെ പകരണമേ. കഷ്ടങ്ങളിൽ ഹല്ലേലൂയ മടുത്തു പോകാതെ, ഹല്ലേലൂയ ദുഃഖിച്ചു പോകാതെ, ഹല്ലേലൂയ സന്തോഷിക്കുന്നവരായി തീരുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നതിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നതിൽ, ഹല്ലേലൂയ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ കൊടുക്കുന്നതിൽ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ ഹല്ലേലൂയ അവിടുത്തെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഹല്ലേലൂയ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതൊന്ന് അറിയേണ്ടതിനു വേണ്ടി ഹല്ലേലൂയ എഫെസോ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്ന് അനുഭവിച്ചറിയുവാൻ ആ അളവറ്റ ശക്തി ഹല്ലേലൂയ നമ്മുടെ മൺപാത്രത്തിൽ ഹല്ലേലൂയ പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതൊന്ന് അനുഭവിച്ചറിയുവാൻ, പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹത്തെക്കുറിച്ച് ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ദൈവ സ്നേഹം അറിയുവാൻ, അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാൻ ഇടിയാക്കണമേ. വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളിലെടുത്തതിനാൽ സ്തോത്രം. ഹല്ലേലൂയ കേട്ടവർക്ക് അനുഗ്രഹമായി തീർന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് വാഴ്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.